വെൽക്കം മൈ ബ്യൂട്ടിഫുൾ സോൾസ്. നിങ്ങൾ എനിക്ക് കഴിഞ്ഞ റീഡിങ്ങിന് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എനിക്ക് തന്ന പോസിറ്റീവ് കമൻസിനും അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് റീസണേറ്റ് ആയിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ശരിക്കും ഞാൻ അത്രയും ജെന്യുവിൻ ആയിട്ടാണ് എൻ്റെ ഓരോ വ്യൂവേഴ്സിനും ഞാൻ എൻ്റെ റീഡിങ് തരുന്നത്. സോ വീഡിയോയിലേക്ക് പോകും മുന്നേ എനിക്ക് ആസ് യൂഷ്വൽ പറയാനുള്ളത്, ദിസ് ഈസ് എ ജനറൽ റീഡിംഗ്, നോട്ട് എ പേഴ്സണൽ റീഡിംഗ്. സോ കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബിക്കോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്തുകൊണ്ട് കൂടുതലായിട്ടുള്ള അക്യുറേറ്റ് റിസൾട്ട് ആൻഡ് പോസിറ്റീവ് റീഡിംഗ് തരാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം പോസിറ്റീവ്ലി ഓരോ കാര്യങ്ങൾക്ക് അപ്രോച്ച് ചെയ്യുമോ, ഒരാൾക്ക് നിങ്ങൾ പോസിറ്റീവ്ലി ലൈക്ക് എൻ്റെ ഒരു റീഡിങ്ങിന്റെ താഴെ കമന്റ് ചെയ്യുമോ, അത്രത്തോളം പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾക്ക് താങ്ക് യു എന്നുള്ള രീതിയിൽ യൂണിവേഴ്സ് നിങ്ങൾക്കായി കൊണ്ടെത്തിക്കുന്നതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. സോ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു വിഷു മാസത്തിൽ, ഈസ്റ്റർ മാസത്തിൽ എന്തൊക്കെ പവറാണ് യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോവുക, എന്തെല്ലാം നേട്ടങ്ങൾ, സപ്പോർട്ട്സ് ഒക്കെയാണ് പ്രപഞ്ച ശക്തി നിങ്ങൾക്കായി നൽകാൻ പോകുന്നത്, നമ്മൾ ഇന്ന് യൂണിവേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. സോ ഞാൻ ഇവിടെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഞാൻ 3 ഗ്രൂപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കാൻഡിൽസിനെ. ഗ്രൂപ്പ് നമ്പർ 1 ഇറ്റ്സ് എ റോസ് കാൻഡിൽ, group number 2 it's a yellow candle and group number 3 is a red candle. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്പർ ആയിക്കോട്ടെ, ഗ്രൂപ്പ് ആയിക്കോട്ടെ, വോട്ടെവർ, ഈവൻ നിങ്ങൾ കളർ വരെ സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്തുകൊണ്ട് close your eyes and take a deep breath and then open your eyes and select your candle or number. So guys, are you ready with me? I'm so excited today. So comment box ൽ ഞാൻ ടൈം സ്റ്റാമ്പ് കൊടുത്തേക്കാം without wasting your time. So നിങ്ങൾ സെലക്ട് ചെയ്ത ഒരു കാൻഡിൽ അല്ലെങ്കിൽ ഒരു നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. So group number 1, that means റോസ് കാൻഡിൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ഈ വിഷു അല്ലെങ്കിൽ ഈസ്റ്റർ മാസത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന പവർ അല്ലെങ്കിൽ ആ നേട്ടങ്ങൾ എന്തൊക്കെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നത്. സോ നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ചു നോക്കാം. ഓ മൈ ബ്യൂട്ടിഫുൾ ഏഞ്ചൽ, പ്ലീസ് ഗിവ് മി ദ റൈറ്റ് മെസ്സേജ് ഫോർ ദ ബ്യൂട്ടിഫുൾ സോൾസ് ഹു ആർ വാച്ചിങ് മൈ വീഡിയോ. ഓ മൈ ബ്യൂട്ടിഫുൾ യൂണിവേഴ്സ്, പ്ലീസ് ഗിവ് മി ദ റൈറ്റ് മെസ്സേജ് ഫോർ ദ ബ്യൂട്ടിഫുൾ സോൾസ് ഹു ആർ വാച്ചിങ് മൈ വീഡിയോ. സോ ഞാൻ കാർഡ്സ് നേരത്തെ ഷഫിൾ ചെയ്ത് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡൗൺവേർഡ് മൊമെന്റിൽ. സോ with your permission, let's see. Group number 1, നിങ്ങളുടെ cards, നിങ്ങളുടെ നേട്ടങ്ങൾ. So the cards start with judgment, positive beginning, ace of cups, ace of swords, four of pentacles, hierophant card, ace of wands, knight of swords and 2 of pentacles. So pentacles are coming again, so repetitions are here. So bottom of the deck വന്നിരിക്കുന്നത് the hermit card ആണ്. So group number 1, ഈ ഒരു വിഷു ദിനത്തിൽ, ഈ ഒരു ഈസ്റ്റർ മാസത്തിൽ നിങ്ങൾക്കായി യൂണിവേഴ്സ് കരുതി വച്ചിരിക്കുന്നത് ആദ്യമേ നിങ്ങളുടെ ആ ഒരു ബിഹേവിയർ, ആ ഒരു സ്വഭാവത്തെ കുറിച്ചാണ് എനിക്ക് ഇവിടുന്ന് യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾ വളരെ നല്ല സത്യസന്ധതയുള്ള വ്യക്തികളാണെന്നാണ് യൂണിവേഴ്സ് എനിക്കിവിടെ മനസ്സിലാക്കി തരുന്നത്. മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ വിഷമം കണ്ട് അവരെ സമാധാനിപ്പിക്കുന്ന വ്യക്തികളായാണ് നിങ്ങളെ ഞാൻ ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് പ്രശ്നങ്ങളിലും ഇറ്റ്സ് ഓക്കെ, നല്ലത് വരുന്നു എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയും അതിലൂടെ മറ്റുള്ളവർക്ക് നല്ല ആശ്വാസ വാക്കുകൾ നൽകി മറ്റുള്ളവരെ സമാധാനിപ്പിച്ചുകൊണ്ട് കൂടെ നിൽക്കാൻ കഴിവുള്ള ആളുകളാണെന്ന് യൂണിവേഴ്സ് എനിക്കിവിടെ നിങ്ങളെ മനസ്സിലാക്കി തരുന്നു. സോ ഏസ് ഓഫ് വാണ്ട്സ് എനർജി ഈസ് ഹിയർ. സോ നിങ്ങൾ നല്ല ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി, നല്ലൊരു ഗ്രോത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെന്ന് ഞാൻ ഇവിടുന്ന് മനസ്സിലാക്കുന്നു.
എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഇമോഷണലി അറ്റാച്ച്മെന്റ് കൂടുതലുള്ള വ്യക്തികളാണെന്ന് ഞാൻ ഇവിടെ നിന്നും മനസ്സിലാക്കുന്നു. മറ്റുള്ളവരെ നിങ്ങൾ സഹായിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു തരത്തിലുള്ള ബൗണ്ടറീസ് വെക്കാതെ അവർക്ക് വേണ്ടി എന്തും ചെയ്യും. തന്നിൽ ഇല്ലെങ്കിൽ പോലും അതിനെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് സഹായമാകുന്ന ആൾക്കാരാണ്, വ്യക്തികളാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ എന്ന് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു. ആർക്ക് വേണ്ടിയും ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ മനസ്സലിഞ്ഞ് സഹായിക്കുന്ന വ്യക്തികൾ തന്നെയാണെന്ന് ഞാൻ ഇവിടെ നിന്ന് കാണുന്നു. മേ ബി നിങ്ങൾ ഒരു ഹീലർ ആണെന്ന് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തിന് നല്ല പ്രവർത്തികൾ ചെയ്യുന്നു, നല്ല വാക്കുകളിലൂടെ നല്ല കാര്യങ്ങൾ പകരുന്ന വ്യക്തികൾ. ലൈക്ക് ചിലവർ ഇവിടെ ടീച്ചേഴ്സ് ആകാം, മോട്ടിവേറ്റേഴ്സ് ആകാം, നേഴ്സ് ആകാം, ചില പ്രൊഫഷൻസ് ലൈക്ക് ഡോക്ടേഴ്സ്, എയർ ഹോസ്റ്റേഴ്സ്, അത്തരം ജോലികളിൽ ഇരിക്കുന്നവരുടെ എനർജിയും എനിക്കിവിടെ നിന്ന് ലഭിക്കുന്നതാണ്. സോ നിങ്ങളുമായി കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും ഒരു സ്പിരിച്വൽ ആൻഡ് ഡിവൈൻ ഫീൽ കിട്ടുന്ന തരത്തിലുള്ള ബന്ധമായിരിക്കും നിങ്ങളുടേതെന്ന് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു. അവർക്ക് ഒരുപാട് ലെസൺസ് ലൈക്ക് ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങളിൽ നിന്ന് കിട്ടുമെന്നും ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു. അറ്റ് പ്രസന്റ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും പവർ ലഭിക്കുന്നതിനുള്ള സമയമായി എന്നിവിടെ ഞാൻ കാണുന്നു. ചിലർക്കൊക്കെ അതിനുവേണ്ടി ഓൾറെഡി പവറിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്നതുമായി ഞാൻ കാണുന്നു. നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ സ്പിരിച്വൽ പവർ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. എസ്പെഷ്യലി ഈ ഒരു ഫുൾ മൂൺ ഡേ നിങ്ങൾക്ക് ഏറ്റവും അധികം നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കിട്ടുന്ന നിങ്ങളുടെ ആ ഒരു പവർ ലഭിക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു എനർജിയാണ് ഫുൾ മൂൺ എനർജി എന്ന് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു. സോ ഫുൾ മൂൺ ഡേ റിച്വൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ യൂണിവേഴ്സിൽ നിന്നുള്ള ശക്തികൾ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നുണ്ട് എന്ന്, അത് നിങ്ങൾക്ക് സഹായമാവുന്നു എന്നും ഞാൻ ഇവിടുന്ന് മനസ്സിലാക്കുന്നു. സോ നിങ്ങൾക്ക് ഒരു കമ്പാഷൻ, ക്രിയേറ്റിവിറ്റി, ന്യൂ ഫീലിംഗ്സ്, ഒരു സ്പിരിച്വാലിറ്റി, ഇൻഡ്യൂഷൻ, ഏസ് ഓഫ് കപ്സ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്കായി നിങ്ങളുടെ ഇൻഡ്യൂഷനിലൂടെ എസ്പെഷ്യലി ഫുൾ മൂൺ ഡേ പവർ നിങ്ങളിലേക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് ഇവിടെ നിന്ന് തരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ തികച്ചും സെൽഫ് ഹീലിംഗ് പവർ ഉള്ള വ്യക്തികളായാണ് ഈ ഒരു വിഷു ഓർ ഈസ്റ്റർ പീരീഡിൽ മാറുകയാണ്. ലൈക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് പരമാവധി ശക്തിയോട് കൂടി മുന്നോട്ട് പോകാനായി ഫൈറ്റ് ചെയ്ത് സക്സസ് കൈവരിക്കാൻ പോകുകയാണെന്നാണ് യൂണിവേഴ്സ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കി തരുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ജഡ്ജ്മെന്റ് വരാൻ പോവുകയാണ്. ലൈക്ക് ഒരു റീബർത്ത്, ഒരു ഇന്നർ കോളിംഗ്. നിങ്ങളുടെ ഓരോ എനർജി ലെവലൊക്കെ കൂട്ടിക്കൊണ്ട് ഈ ഒരു പൗർണമി ദിവസം നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള പവറിന്റെ എനർജി കൂടാൻ പോവുകയാണെന്ന് ഞാൻ ഇവിടെ നിന്ന് കാണുന്നു. അന്നേ ദിവസം രാത്രി പീസ്ഫുള്ളി നിങ്ങൾ ഒരു ക്യാൻഡിൽ കത്തിച്ചു വച്ചുകൊണ്ട് നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഗോൾസ് എന്ത് വേണ്ടിയിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടുത്തായി തന്നെ ആ ഒരു ആഗ്രഹം നിങ്ങളിലേക്ക് എത്തിക്കുകയാണെന്നാണ് യൂണിവേഴ്സ് എനിക്കിവിടെ മനസ്സിലാക്കി തരുന്നത്. കൂടാതെ തന്നെ വൈറ്റ് കളർ, ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങളിൽ ചിലർ എന്ന് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു. കാരണം യൂണിവേഴ്സിൽ നിന്നും എനിക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സിന്റെ എനർജിയിൽ കൂടുതലും വൈറ്റ് ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത്. സോ ദാറ്റ് ഞാൻ ഇവിടെ നിന്നും മനസ്സിലാക്കുന്നു നിങ്ങളിലേക്ക് അഫക്റ്റ് ചെയ്തേക്കാവുന്ന നെഗറ്റീവ് എനർജീസ്, മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന നെഗറ്റീവ് എനർജിയിൽ നിന്നും യൂണിവേഴ്സ് നിങ്ങളെ ഈ ഒരു ലൈറ്റ് ഷെയ്ഡ്സ് ഓർ വൈറ്റ് കളേഴ്സിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു എന്നാണ്, സംരക്ഷിക്കുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ റിലാക്സ്ഡ് ആയി നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയുന്ന ഒരു ടൈം പീരീഡ് ആണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുന്നതെന്നും ഇവിടെ നിന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഗ്രൂപ്പ് നമ്പർ 1 വരുന്നത് വരട്ടെ, സംഭവിക്കുന്നതെല്ലാം നല്ലതിന് എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തികളായി നിങ്ങളിൽ പലരും മാറാൻ പോവുകയാണ്. ആ ഒരു പവർ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കാൻ പോവുകയാണ്. വൗ, ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഡിവൈൻ ബ്ലെസ്സിംഗ് ഡിയേഴ്സ്. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വെളിച്ചം, നിങ്ങൾ എന്തു ചെയ്താലും വിജയത്തിലേക്ക് എത്തുമെന്ന ഒരു കറക്റ്റ് ഗൈഡൻസ് കിട്ടുന്ന ബ്ലെസ്ഡ് ആൾക്കാരാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളിൽ പലരും. സോ നിങ്ങളെ നോവിച്ച സാഹചര്യങ്ങൾ, വ്യക്തികൾ എല്ലാം മാറി അതിനെയൊക്കെ
ഒക്കെ അകറ്റിക്കൊണ്ട് നിങ്ങളിൽ പലരും മുന്നോട്ട് പോവുകയാണെന്നും പോകാൻ നിൽക്കുകയാണെന്നും ചിലർ അതിൽ നിന്നും മുന്നോട്ട് പോയി എന്നും എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു നൈറ്റ് ഓഫ് സ്പോർട്സിന്റെ എനർജി എന്നതുപോലെ വളരെ ആംബിഷ്യസ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു ഫാസ്റ്റ് തിങ്കിങ് പ്രൊസീജിയറിലൂടെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളിൽ പലരും മുന്നോട്ട് കുതിച്ചുയർന്നു എന്നാണ് എനിക്കിവിടെ യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്ന ഗൈഡൻസ് മെസ്സേജ് എന്ന് പറയുന്നത്. സോ വളരെ ഫോക്കസ്ഫുള്ളി ഓഥോറിറ്റേറ്റീവ്ലി നിങ്ങളുടെ ലൈഫിന് വേണ്ട നന്മകൾ കണ്ടെത്തിക്കൊണ്ട് മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു പവർ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരുന്നതായിട്ട് ഞാൻ ഇവിടെ കാണുന്നു. ഗ്രൂപ്പ് നമ്പർ 1, ഇത്രയും നാൾ നിങ്ങളെ തളർത്തിയ സാഹചര്യങ്ങൾ, നിങ്ങളെ അടിച്ചമർത്തിയ സാഹചര്യങ്ങൾ, നിങ്ങളെ നോവിച്ച ആൾക്കാർ, ഇതിനൊക്കെ നിങ്ങൾ അകന്നു നിന്നുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾക്കൊരു ജഡ്ജ്മെന്റ് ഇവിടെ വന്നിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യെസ്, നിങ്ങൾ ഡിഫീറ്റ് ചെയ്യാൻ പോകുന്നവരായിട്ട് മാറിയിരിക്കുന്നു. ഒരുപാട് സ്കിൽസ് ഉള്ള, ക്രിയേറ്റീവ് ഐഡിയാസ്, ഇൻബോൺ ടാലൻസ് ഉള്ള വ്യക്തികളുടെ പലരുടെ എനർജിയും ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു. അത് വളർത്തിയെടുക്കാനുള്ള ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളിലേക്ക് വരുന്ന ഒരു പീരീഡ് കൂടിയാണ് ഗ്രൂപ്പ് നമ്പർ 1. ഈ ഒരു വിഷു ഓർ ഈസ്റ്റർ പീരീഡ് എന്ന് പറയുന്ന മുന്നോട്ട് വെച്ച കാലം വിത്തൗട്ട് എനി ഡൗട്ട് റിഗ്രറ്റ് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകേണ്ടതായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളെ മനസ്സിലാക്കി തരുന്നത്. സക്സസ് നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിൽ നിന്നൊരു അലേർട്ടും നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇവിടെ ചിലർക്ക് സർജറി, ചിലർക്ക് ഓപ്പറേഷൻ, ചിലർക്ക് പ്രഗ്നൻസി, ഇതൊക്കെ വരുന്നു എന്ന് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു. ബിക്കോസ് ദിസ് ഇസ് എ ജനറൽ റീഡിംഗ്. സോ നിങ്ങൾക്കത് റീസണേറ്റ് ചെയ്യുമെന്ന് കരുതുന്നു. അങ്ങനെ സംഭവിക്കാൻ പോകുന്ന ചിലരുടെ എനർജിയും എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു. ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളെ ഇനിയും ആരൊക്കെയോ തളർത്താൻ നോക്കുവാണെന്നും യൂണിവേഴ്സ് ഇവിടെ നിന്നൊരു ഗൈഡൻസ് അലേർട്ടായി തരുന്നുണ്ട്. അതായത് നിങ്ങളുടെ കൂടെയുള്ളവർ തന്നെ നിങ്ങളെ ചതിക്കാനുള്ള ഒരു ടെൻഡൻസി ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. കൊളീഗ്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് തന്നെ അത് റീസണേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നും യൂണിവേഴ്സ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കി തരുന്നു. ലൈക്ക് നിങ്ങളുടെ ഐഡിയ, സ്കിൽസ്, ഒപ്പീനിയൻ എന്തുമായിക്കോട്ടെ, എല്ലാത്തിലും നിങ്ങളെ എതിർത്തുകൊണ്ട് ചില ആൾക്കാർ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബട്ട് യു ഗൈസ് ഡോണ്ട് വറി, അത്തരക്കാരെ യൂണിവേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പവർ കൂടെയാണ് ഈ ഒരു പീരീഡിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങളെ തളർത്താൻ നോക്കിയാലും നൈറ്റ് ഓഫ് സ്പോർട്സിന്റെ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അതൊന്നും വകവയ്ക്കാതെ നിങ്ങൾ കരുത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു പവറാണ് നിങ്ങൾക്ക് ലഭിക്കാനായി പോകുന്നത്. ലൈക്ക് ഒരു ഫീനിക്സ് ബേർഡിനെ പോലെ കുതിച്ചുയരാനുള്ള പവർ നിങ്ങൾക്ക് വരാൻ പോവുകയാണ് എന്ന് യൂണിവേഴ്സ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കി തരികയാണ്. ഫാന്റാസ്റ്റിക് ഗൈഡൻസ് ആണ് ഗ്രൂപ്പ് നമ്പർ 1 യൂണിവേഴ്സ് നിങ്ങൾക്കായി തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. സോ ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരാൻ പോവുകയാണെന്നാണ് യൂണിവേഴ്സ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കി തരുന്നത്. സോ റിയലി പവർഫുൾ റീഡിംഗ് ഫോർ മൈ ഗ്രൂപ്പ് നമ്പർ 1. ഇറ്റ്സ് so beautiful reading for my beautiful soul. So comment your situation dears. ഇതാണ് നിങ്ങളുടെ പവർ. സോ ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു അതിയായ ആഗ്രഹം നടക്കുമോ എന്ന് നമുക്ക് ഏഞ്ചലിനോട് മെസ്സേജ് ആയിട്ട് ചോദിച്ചു നോക്കാം. അതുപോലെ തന്നെ ആ ഒരു ആഗ്രഹം എപ്പോൾ നടക്കുമെന്നും നമുക്ക് ഫോർച്യൂൺ കാർഡ്സിലൂടെ യൂണിവേഴ്സിനോട് ചോദിച്ചു നോക്കാം. സോ ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾക്കായിട്ടുള്ള ഏഞ്ചൽ മെസ്സേജ്, നിങ്ങളുടെ അതിയായ ആഗ്രഹം ഇപ്പോൾ നടക്കുമോ ഇല്ലയോ, എങ്കിൽ എന്നാണ് അത് നടക്കുക എന്ന് നമുക്ക് ഏഞ്ചലിനോട് ചോദിച്ചാലോ. Oh my beautiful angel and trustful universe, please give me the right message for the beautiful souls who are watching my video. Oh my beautiful universe and trustful universe, please give me the right message for the beautiful soul, especially my group number 1 beautiful soul who are watching my video. Let's see. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു അതിയായ കാര്യം എത്രയും വേഗം നടക്കുമെന്നാണ് യൂണിവേഴ്സിൽ നിന്ന് ഏഞ്ചൽ നമുക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് ഏഞ്ചലിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. ലൈക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തുമായിക്കോട്ടെ, അത് ലവ് റിലേഷൻഷിപ്പ്, കരിയർ, ഫിനാൻസ് എന്തുമായിക്കോട്ടെ, അതിനുള്ള ഒരു ഫ്രൂട്ട്സ് ഓഫ് ലേബർ, റിവാർഡ്സ്, ലക്ഷറി, സെൽഫ് സഫിഷ്യൻസി, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു എന്നാണ് ഏഞ്ചലിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം എന്ന് നടക്കുമെന്ന് നമുക്ക്
fortune cards എടുക്കാം. Oh my trustful fortune cards, please give me the right message for the beautiful souls, like group number 1, beautiful souls who are watching my reading. So next season എന്നാണ് ഫോർച്യൂൺ കാർഡ്സിലൂടെ ഏഞ്ചൽ നമുക്ക് നൽകിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈ ഒരു അടുത്ത സീസൺ, ലൈക്ക് ഈ ഒരു ഏപ്രിൽ മെയ് മന്തിനുള്ളിൽ നിങ്ങൾക്ക് ആ കാര്യം നടന്ന് കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് ഫോർച്യൂൺ കാർഡ്സിലൂടെ ഏഞ്ചൽ നൽകിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. സോ ഗൈസ്, ഗ്രൂപ്പ് നമ്പർ 1, കമന്റ് യുവർ സിറ്റുവേഷൻ. പ്ലീസ് സപ്പോർട്ട് മീ വിത്ത് യുവർ പോസിറ്റീവ് കമന്റ്സ്. ഗ്രൂപ്പ് നമ്പർ 2, ലൈക്ക് യെല്ലോ കാൻഡിൽ സെലക്ട് ചെയ്തവർക്കായിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്, ഈ ഒരു വിഷു അല്ലെങ്കിൽ ഈ ഒരു ഈസ്റ്റർ പീരീഡ് എന്ത് പവറാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കരുതി വച്ചിരിക്കുന്നതെന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കിയാലോ. ഓ മൈ ബ്യൂട്ടിഫുൾ യൂണിവേഴ്സ് ആൻഡ് ട്രസ്റ്റ്ഫുൾ യൂണിവേഴ്സ്, പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് മെസ്സേജ് ഫോർ ദ ബ്യൂട്ടിഫുൾ സോൾ, എസ്പെഷ്യലി മൈ ഗ്രൂപ്പ് നമ്പർ 2 beautiful souls who are watching my reading. Oh my beautiful angel, please give me the right message for the beautiful soul who are watching my video. So ഞാൻ cards നേരത്തെ shuffle ചെയ്ത് വെച്ചിട്ടുണ്ട്. So with your permission, are you guys ready with me? Let's see. King of Wands. So the cards starting with fire. Oh, I'm really excited. Beautiful. And 6 of Cups, High Priestess, 3 of Wands, the Fool card is here, Major Arcana card is here, 3 of Cups, 8 of Pentacles, and Queen of Wands. So the Major Arcana cards are here. So that group number 2, ഫസ്റ്റ് തന്നെ എനിക്ക് നിങ്ങളുടെ സ്വഭാവം ഇവിടെ നിന്ന് മനസ്സിലാക്കി തരുന്നത് എന്തെന്നാൽ, നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിലുണ്ടായ എന്തൊക്കെയോ കാര്യങ്ങൾ, ലൈക്ക് ഒരു കാർമിക് റിലീസ്, നിങ്ങൾ അതിൽ നിന്നും ഇറങ്ങി വരാനായിട്ട് നോക്കുന്ന തരത്തിലുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് ഇവിടെ നിന്ന് ആദ്യമേ യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ലൈക്ക് ചിലർക്ക് അതൊരു ടോക്സിക് മാരേജ് റിലേഷൻഷിപ്പ് ആവാം, ചിലർക്ക് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, വോട്ടെവർ എന്തൊക്കെയോ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് ഒക്കെ എനിക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു. ബട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഗ്രൂപ്പ് നമ്പർ 2 people, you guys are really amazing. So the High Priestess energy is here, 3 of Cups energy is here. So that നിങ്ങളിൽ പലരും വിഷമിച്ച് സ്റ്റക്കായി നിൽക്കുന്ന ചിലരുടെ എനർജി എനിക്കിവിടെ നിന്നും ലഭിക്കുന്നു. നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന, അവസാനിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ പുതിയൊരു തുടക്കത്തിന് വഴിമാറുന്നു എന്നാണ് യൂണിവേഴ്സ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കി തരുന്നത്. പുതിയൊരു ജീവിതം, പുതിയ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെയാണ് അതിലൂടെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു. മേ ബി സഹിക്കാവുന്നതിൻ്റെ പരിധി, മീൻസ് എക്സ്ട്രീം ലിമിറ്റേഷൻസ്, ബൗണ്ടറീസ്, കണ്ടീഷൻ അങ്ങേയറ്റം സഹിച്ചുകൊണ്ട് ശരിക്കും എനിക്കിത് ഫെഡപ്പ് ആവുന്നു എന്ന് ചിന്തിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ചധികം പേരുടെ എനർജി എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചിലരാണെങ്കിൽ ഐ കാൻ ഫെഡ് അപ്പ് ദിസ്, ടോട്ടലി സ്ട്രെസ് ആണ്, ഞാൻ എന്തിന് ഇത് ഇനിയും അങ്ങോട്ടുള്ള ലൈഫിൽ അനുഭവിക്കണം എന്ന് ചിന്തിച്ച് നിൽക്കുന്ന കുറച്ചു പേരുടെ എനർജിയും എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 3 of Wands എനർജി ഈസ് ഹിയർ. സോ നിങ്ങൾ എന്തിനോ വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്, നിങ്ങളുടെ ആ ഒരു ഫോർസൈറ്റ് എക്സ്പീരിയൻസ് ആക്കിക്കൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലർ അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്ത് ആ സിറ്റുവേഷൻസ് ഒക്കെ അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ന്യൂ ഫേസ് കൊണ്ടുവരാൻ പോവുകയാണെന്നാണ് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലവർക്ക് അതൊരു 8 വർഷം അല്ലെങ്കിൽ 8 മാസം, ലൈക്ക് ചിലപ്പോൾ 8 ദിവസത്തെ ബന്ധമായിരിക്കാം, ചിലർക്ക് അത് 6 ആയിരിക്കാം, 2 ആയിരിക്കാം, 3 ആയിരിക്കാം. അങ്ങനത്തെ രീതിയിൽ യൂണിവേഴ്സ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കി തരുന്നുണ്ട്. സോ അങ്ങനത്തെ ആ ഒരു കാർമിക് സിറ്റുവേഷൻസിൽ നിന്നും റിലേഷൻഷിപ്പിൽ നിന്നും അത് നിങ്ങൾ വേണം റീസണേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് തന്നെ അത് ഇപ്പോൾ ഈ ഒരു റീഡിംഗ് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. സോ അതിൽ നിന്നൊക്കെ മാറി ദ ഫൂൾ കാർഡ് എനർജി ഈസ് ഹിയർ. സോ ദിസ് ഈസ് എ മേജർ ആർക്കാന കാർഡ് ഇൻ ടാരോ റീഡിംഗ്.
സോ നിങ്ങൾ അതിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു ലൈഫിൽ ഒരു റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗ്രൂപ്പ് നമ്പർ 2, ഈ ഒരു പവറാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഈ ഒരു പീരീഡിൽ കൊണ്ടെത്തിച്ചു തരുന്നതെന്നും ഞാൻ ഇവിടെ നിന്നും മനസ്സിലാക്കുന്നു. സോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ കട്ട് ഓഫ് ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ചിലരുടെ എനർജിയും, ദാറ്റ് മീൻസ് അങ്ങനെ ഒരു പവർ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടെത്തിക്കാൻ പോവുകയാണെന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ബൗണ്ടറി വെച്ച്, ഒരു ലിമിറ്റ് വെച്ചുള്ള ആൾക്കാരെ മാത്രം ലൈഫിലോട്ട് കൂടെ കൂട്ടിക്കൊണ്ട്, ലൈക്ക് 6 ഓഫ് കപ്സ് എനർജി ഈസ് ഹിയർ. സോ നിങ്ങൾ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരെ മാത്രം കൂടെ കൂട്ടിക്കൊണ്ട് ഒരു നൊസ്റ്റാൾജിക് സിറ്റുവേഷൻസിലൂടെ കുറച്ച് ഹാപ്പി മെമ്മറീസ് ഒക്കെ ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പവറാണ് നിങ്ങളിലേക്ക് ഈ ഒരു മന്ത് യൂണിവേഴ്സ് എത്തിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നിങ്ങൾക്ക് നല്ലത് വരുന്ന പേഴ്സൺ, സിറ്റുവേഷൻ, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു മെച്യൂർഡ് ആയിട്ട്, ലൈക്ക് 8 ഓഫ് പെന്റക്കിൾസ് എനർജി ഈസ് ഹിയർ. സോ നിങ്ങളുടെ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് വരുന്ന പേഴ്സൺ, സിറ്റുവേഷൻ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു മെച്യൂർഡ് ആയി നിങ്ങളെ യൂണിവേഴ്സ് മാറ്റാൻ പോവുകയാണ്. ആ ഒരു പവറാണ് നിങ്ങൾക്ക് ഗ്രൂപ്പ് നമ്പർ 2 ഈ ഒരു പീരീഡിൽ സ്വന്തമാക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഗൈഡൻസ് മെസ്സേജ്. ചില റിസ്ക് എടുക്കാനായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു. കിങ് ഓഫ് വോൺസ് എനർജി ഈസ് ഹിയർ. സോ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോട് കൂടി ചാലഞ്ച് ഒക്കെ മെച്യൂർ ആയി ഫേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സക്സസിലോട്ട് നിങ്ങൾ പോകാനായി വെയിറ്റ് ചെയ്തിരിക്കുന്നവരുടെ എനർജിയും എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും തുടക്കങ്ങളും ചെയ്യാനായി ആഗ്രഹിക്കുന്ന ചിലർ, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ വിൽ ഡു ഇറ്റ് എന്നൊരു പോസിറ്റീവ് എനർജി പവറാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളിലേക്ക് വരാൻ പോകുന്നതായിട്ട് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. സോ ഈ ഒരു ന്യൂ ഫേസ് ഓഫ് ലൈഫിൽ ചിലർക്ക് ട്രാവൽ, ചിലർക്ക് ഷോർട്ട് ട്രിപ്സ്, പ്രമോഷൻസ്, ട്രാൻസ്ഫർ, വീട് മാറാനുള്ള ഒരു അവസ്ഥ, ന്യൂ ജോബ്, ന്യൂ പ്ലേസ്, ന്യൂ ഫീൽഡ്, വോട്ട് എവർ നിങ്ങൾ റീസണേറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് അതൊക്കെ ചിലർക്ക് നടക്കാനായി പോകുന്നു എന്ന് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു. സോ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളിൽ യൂണിവേഴ്സ് ഇൻഡ്യൂഷൻ നൽകിക്കൊണ്ട് നിങ്ങളുടെ സക്സസിന് യൂണിവേഴ്സ് ക്ലാരിറ്റി നൽകാൻ പോവുകയാണ് എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദ ഹൈ പ്രീസ്റ്റ് എനർജി ഈസ് ഹിയർ. സോ കുറച്ചധികം ഫെമിനിൻ എനർജി എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ലൈക്ക് സബ് കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, സ്വന്തം കഴിവിൽ വിശ്വസിച്ചുകൊണ്ട്, ഹൈ മൊറാലിറ്റി കീപ് ചെയ്തുകൊണ്ടുള്ള ചിലരുടെ ഫെമിനിൻ എനർജി എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു. സോ ലീഡർഷിപ്പ് ക്വാളിറ്റി, ഡെസിഗ്നേഷൻ ഒക്കെ ചിലരുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു. ചിലർക്ക് ജോലിയിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ചില ആൾക്കാരുടെ എനർജിയും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുകയാണ്. സോ അത്തരക്കാർക്ക് യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അവരത് ഡിസേർവ് ചെയ്യുന്നില്ല, അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അവർക്ക് കണ്ടെത്തണം എന്ന് പറഞ്ഞ് അതിൽ നിന്നും മാറി ഒരു കറേജ്, ഒരു കോൺഫിഡൻസ്, ഒരു ഇൻഡിപെൻഡൻസ് ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്യൂൻ ഓഫ് വോൺസ് എനർജി ഈസ് ഹിയർ. സോ ദാറ്റ് അത്തരം ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന ആൾക്കാരുടെ എനർജിയും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു. ബോട്ടം ഓഫ് ദി ടെക് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് വോൺസ് ആണ്. സോ നിങ്ങൾക്കൊരു പബ്ലിക് റെക്കഗ്നീഷൻ, വിക്ടറി, പ്രോഗ്രസ്, നിങ്ങളിൽ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വരുന്ന ഒരു പവറാണ് ഈ ഒരു വിഷു അല്ലെങ്കിൽ ഈ ഈസ്റ്റർ പീരീഡ് എന്ന് പറയുന്നത്. സോ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ വിചാരിക്കുന്നിടത്ത് നിങ്ങൾക്ക് എഫർട്ട് ഓർ ഹാർഡ് വർക്ക് കുറച്ചുകൂടി നൽകണം എന്നുള്ള ഒരു ഗൈഡൻസ് അലേർട്ട് നമുക്ക് ഇവിടെ നിന്ന് യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്നുണ്ട്. കാരണം നിങ്ങൾ കുറച്ചുകൂടെ എഫർട്ട് ഇട്ടുകൊണ്ട് മടിയൊന്നും ചെയ്യാണ്ട് മടിക്കാതെ മുന്നോട്ട് പോകുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അറ്റ് ദ എൻഡ് നിങ്ങൾ പ്രൗഡ് ആവാനുള്ള, നിങ്ങളുടെ സക്സസിൽ, നിങ്ങളുടെ ആ ഒരു സക്സസ് ജേർണി, ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ പ്രൗഡ് ആകാൻ പോകുന്ന, നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റീസ്
ആക്ടിവിറ്റീസ് ഒക്കെ മറ്റുള്ളവർ അറിയാൻ പോകുന്ന ഒരു പവറാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഈ ഒരു ഏപ്രിൽ ഓർ വിഷു പീരീഡ് കൊണ്ടെത്തിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ റിസ്ക് എടുത്തുകൊണ്ട് അഡ്വഞ്ചറസ് ആയിട്ടുകൊണ്ട് നിങ്ങളിലേക്ക് സക്സസ് എത്തുകയാണെന്നാണ് യൂണിവേഴ്സ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കായി തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്. ആരുടെയും മുന്നിൽ തല കുനിക്കാതെ നിങ്ങൾ ഉയരത്തിലേക്ക് എത്തുകയാണ്. ആരുടെയും ഒരു ഗുഡ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. എന്നെ തളർത്താൻ നോക്കണ്ട, എന്റെ വഴിയിലൂടെ ഞാൻ ആരെയും ശല്യം ചെയ്യാതെ ജീവിച്ചോളാം എന്നൊരു ആറ്റിറ്റ്യൂഡ് പവറിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ട് എത്തിക്കാൻ പോവുകയാണെന്നാണ് എനിക്കിവിടെ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് മെസ്സേജ് എന്ന് പറയുന്നത്. സോ full of abundance, loads of abundance, happiness, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വിത്തൗട്ട് എനി കൺഫ്യൂഷൻ വരാൻ പോകുന്ന പവറാണ് നിങ്ങളിലേക്ക് ഗ്രൂപ്പ് നമ്പർ 2 ഈ ഒരു വിഷു അല്ലെങ്കിൽ ഈസ്റ്റർ പീരീഡ് യൂണിവേഴ്സ് നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നു എന്നും എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഗ്രൂപ്പ് നമ്പർ 2 സോ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കാൻ പോവുകയാണ്. റിയൽ ടു റിയൽ ആവുന്ന സാഹചര്യങ്ങൾ, നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. ചില ഫെമിനിൻ എനർജി എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാരേജ് ലൈഫ്, ലവ് റിലേഷൻഷിപ്പ്, എക്സ്, whatever, whoever തങ്ങളെ മനസ്സിലാക്കാതെ അവരുടെ ഫ്രീഡത്തിനെ തടസ്സപ്പെടുത്തുന്ന കുറച്ചധികം ആൾക്കാരുടെ അനുഭവങ്ങൾ ഏറ്റുവാങ്ങുന്ന ചില ഫെമിനിൻ എനർജീസ് എനിക്കിവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. സോ അത്തരക്കാർക്ക്, അത്തരം സ്ത്രീകളായിക്കോട്ടെ ഗേൾസ് ആയിക്കോട്ടെ, നിങ്ങൾ റീസണേറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു അബൻഡൻസ്, ഹാപ്പിനെസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ക്ലാരിഫിക്കേഷൻ ഇൻഡ്യൂഷനിലൂടെ തരാൻ പോവുകയാണ്. സോ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ നിങ്ങളെ സഹായിക്കാനും ജീവിതത്തിൽ കടന്നു വരാൻ പോവുകയാണെന്നുമാണ് എനിക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഓൾറെഡി മാരേജ് കഴിഞ്ഞവരാണ് ഈ ഒരു റീഡിംഗ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് സെയിം തോട്ട്, സെയിം വൈബിൽ എത്തുന്നതായിട്ടും അദ്ദേഹത്തെ യൂണിവേഴ്സ് അതിലോട്ട് കൊണ്ട് എത്തിക്കുന്നതായിട്ടും എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനി വൈഫാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടാൻ, ജീവിതത്തിൽ വിജയിക്കാൻ, നിങ്ങളുടെ പാർട്ട്ണറുമായുള്ള ഒരുമിച്ച് നിൽക്കുന്ന, ഒരുമിച്ച് പോരാടാൻ പോകുന്ന പവറാണ് നിങ്ങളിലേക്ക് ഈ ഒരു പീരീഡിൽ വരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് എനിക്ക് മനസ്സിലാക്കി തരുന്നത്. ലീവ് ഹാപ്പിലി ടുഗെദർ, ഒരു ഹാപ്പി ഹോം. മാരേജ് കഴിഞ്ഞവർ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാത്ത ഭർത്താവ് ഓർ ഭാര്യ, അവരൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് ഹാപ്പിനെസ്, സക്സസ് കൊണ്ടുവരാനായി ഒരുമിച്ച് നിൽക്കാൻ പോകുന്ന എനർജിയാണ് എനിക്കിവിടെ നിന്ന് കിട്ടുന്നത്. സോ 3 of Cupsന്റെ എനർജി എനിക്കിവിടെ കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഫാമിലി ലൈഫിൽ സെലിബ്രേഷൻ, ഒരു ഹാപ്പിനെസ് ഒക്കെ വരാനുള്ള സമയമാണ് ഈ ഒരു ഏപ്രിൽ മന്ത് എന്ന് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഗ്രൂപ്പ് നമ്പർ 2, you guys are really amazing. So you have a fantastic beautiful reading from the universe. സോ നമുക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഏഞ്ചൽ മെസ്സേജ് ആൻഡ് ഫോർച്യൂൺ കാർഡും കൂടെ നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ അതിയായ ഒരു കാര്യം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സോ ക്ലോസ് യുവർ ഐസ് ആൻഡ് ടേക്ക് എ ഡീപ് ബ്രെത്ത്. നമുക്ക് നോക്കാം. Oh my beautiful angel, please give me the right message for the beautiful soul, especially group number 2 beautiful soul who is watching my reading. Oh my beautiful universe, please give me the right message for the beautiful soul who are watching my video. Oh my trustful universe, let's see നിങ്ങളുടെ അതിയായ ആഗ്രഹം നടക്കുമോ ഇല്ലേ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ചു നോക്കാം. ലൈക്ക് നൈറ്റ് ഓഫ് സ്പോർട്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സോ ദാറ്റ് നിങ്ങൾ കുറച്ചുകൂടി അംബീഷ്യസ് ആയിട്ട്, ഒന്നൊരു ഓർഗനൈസ്ഡ് ആയിട്ട്, നിങ്ങൾക്ക് ഈ ഒരു ഓവർ തിങ്കിങ് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം നടത്തി എടുക്കുമെന്നാണ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. ഏഞ്ചൽ മെസ്സേജ് ആയിട്ട് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. സോ ദാറ്റ് നിങ്ങൾ അമിതമായി ആംബീഷ്യസ് ആവാതെ, ഓവർ തിങ്കിങ് ചെയ്യാതെ നിങ്ങളുടെ ആ ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യണമെന്നാണ് യൂണിവേഴ്സിൽ നമുക്ക് കിട്ടുന്ന മെസ്സേജ്. സോ ഗ്രൂപ്പ് നമ്പർ
2. അതുകൊണ്ട് തന്നെയും നമുക്ക് ആ ഒരു ആഗ്രഹം എപ്പോൾ നടന്നു കിട്ടുമെന്ന് ഫോർച്യൂൺ കാർഡ്സിൽ നോക്കാം. ഓ മൈ ബ്യൂട്ടിഫുൾ ഫോർച്യൂൺ കാർഡ്, പ്ലീസ് ഗിവ് മീ ദ right message for the beautiful soul, especially group number 2 who is watching my video. Oh my beautiful and trustful fortune card, please give me the right message for the beautiful soul who is watching my video. So നമുക്ക് നോക്കാം ആ ഒരു ആഗ്രഹം എപ്പോൾ നടന്നു കിട്ടുമെന്ന്. സോ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഒരു 18 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ആ ആഗ്രഹം നടത്തിയെടുക്കാവുന്നതാണ്. ലൈക്ക് ഓവർ തിങ്കിങ് ഒന്നും ഇല്ലാതെ, ആവശ്യമില്ലാതെ വലിച്ചു ചിന്തിച്ച് നീട്ടാതെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം 18 ഡേയ്സിനുള്ളിൽ നടക്കുന്നതാണ് എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ കമന്റ് യുവർ സിറ്റുവേഷൻ മൈ ബ്യൂട്ടിഫുൾ സോൾ ഗ്രൂപ്പ് നമ്പർ 2. ഇതാണ് നിങ്ങൾക്കായിട്ടുള്ള ആ ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് മെസ്സേജ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഗ്രൂപ്പ് നമ്പർ 3. സോ ഗ്രൂപ്പ് നമ്പർ 3, ദാറ്റ് മീൻസ് റെഡ് ക്യാൻഡിൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് എന്ന് പറയുന്നത് എന്ത് പവറാണ്, എന്ത് നേട്ടങ്ങളാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ പോകുന്നത് ഈ ഒരു വിഷു ഓർ ഈസ്റ്റർ മന്ത്. Are you guys ready with me? Let's see. Oh my beautiful universe and trustful universe, please give me the right message for the beautiful souls who are watching my video. Oh my beautiful angel, please give me the right message for the beautiful soul, especially my group number 3 beautiful souls who are watching my video. So with your permission, let's see. Wow, Ten of Cups energy is here. The Magician card energy is here. So the card starting with yes. So the positive card is here, the Emperor and the 5 of Pentacles. Oh, it's really interesting, guys. Strength card is here. ഒരു കാർഡിലും ഈ ഒരു strength card വന്നിട്ടില്ല മറ്റുള്ള റീഡിങ്സിൽ. And then Lovers card is here, Page of Swords, Queen of Pentacles, and the Sun card is here. So bottom of the deck endannu nokam. Wow, it's a beautiful card here, Wheel of Fortune. So നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്വഭാവമായി എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളിൽ ചിലർ ഒത്തിരി ബ്യൂട്ടി കോൺഷ്യസ് ഓർ ബോഡി കോൺഷ്യസ് ആയിരിക്കുന്ന വ്യക്തികളാണെന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ അത്തരത്തിലൂടെ മാറാൻ തയ്യാറായിരിക്കുന്നവരുടെ എനർജിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഒരു മെന്റൽ ഒരു ഫിസിക്കൽ ഹെൽത്തിനെ കുറച്ചുകൂടി യങ്ങായി യൂത്ത്ഫുൾ ആക്കി മാറ്റാനുള്ള പവറാണ് അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ് യൂണിവേഴ്സ് നിങ്ങൾക്കായി തരാൻ പോകുന്നു എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. So strength card energy is here, the Emperor energy is here, Queen of Pentacles energy is here. So financially independent ആവാൻ പോകുന്ന ചിലരുടെ എനർജിയും എനിക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ചിലരായിക്കോട്ടെ ആക്ഷൻ എടുക്കാൻ പോകുന്നു, മാനിഫെസ്റ്റേഷൻ പവർ വർദ്ധിപ്പിക്കാൻ പോകുന്നു, സെൽഫ് കോൺഫിഡൻസോട് കൂടി നിങ്ങളുടെ വിൽ പവർ, സ്കിൽസ്, നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ പവർഫുൾ ആക്കാനിരിക്കുന്നവരുടെ എനർജിയാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലർക്ക് അതിലൂടെയൊക്കെയുള്ള ബ്യൂട്ടിഫുൾ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, ലൈക്ക് കല്യാണം കഴിഞ്ഞവരായിക്കോട്ടെ, സിംഗിൾസ് ആയിക്കോട്ടെ, ഇനി ലവ് റിലേഷൻഷിപ്പിൽ ഉള്ളവരായിക്കോട്ടെ, നിങ്ങൾക്ക് ഇതിലൂടെ ഒരു റൊമാൻസ്, ലവ് ലൈഫ് കണക്ഷൻ ഒക്കെ വരാൻ പോകുന്ന ഒരു പവർ കൂടിയാണ് ഈ ഒരു വിഷുമാസം അല്ലെങ്കിൽ ഈ ഒരു ഈസ്റ്റർ പീരീഡിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന പവർ എന്ന് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കൈൻഡ് ഓഫ് എൻജോയ്മെന്റ്, പ്രഷർ ഒക്കെ വരുത്തുന്നവരായിട്ട് മാറാൻ പോവുകയാണ് നിങ്ങൾ. ഫാമിലിയുമായുള്ള ആ ഒരു ഹാപ്പിനെസ്, ലവേഴ്സ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ ആ ഒരു ലവർ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു ബന്ധം അതൊക്കെ നല്ല എൻജോയ്മെന്റ് ആയിട്ട് ചിൽ വൈബിൽ എടുക്കാൻ പോകുന്ന ഒരു പവറാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കാൻ പോകുന്നതെന്ന് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു. ചിലർക്കായിക്കോട്ടെ ഒരു ട്രാവൽ, ട്രിപ്പ്, ഗെറ്റ് ടുഗെദർ, സെലിബ്രേഷൻ ഒക്കെ നിങ്ങളിൽ വരുന്നു എന്ന് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു. സംതിങ് ഡിഫറെൻ്റ് ആയി നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ
ചെയ്യാൻ പോകാനായിട്ട് ഇരിക്കുന്നവരുടെ എനർജിയാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ ഡിസിപ്ലിനോട് കൂടിയ ഫിഗേഴ്സ് ആണ് നിങ്ങളിൽ പലരും. സൺ കാർഡ് എനർജി ഈസ് ഹിയർ. സോ എന്തിനേയും കൂൾ ആൻഡ് ചിൽ വൈബിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആക്കി മാറ്റാനുള്ള എ കൈൻഡ് ഓഫ് പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരികയാണെന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു റിതമിക് ഓർ വൈബ്രന്റ് ഡ്രീംസ് ഒക്കെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ സഫലമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് പവർ ഉള്ള എനർജിയാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കി തരുന്നത്. സോ ദാറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്ന തരത്തിലുള്ള ആഗ്രഹങ്ങൾ നടക്കാൻ പോവുകയാണ്. സോ ഗ്രൂപ്പ് നമ്പർ 3, ചിലർക്ക് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കൺട്രി ഒക്കെ മാറി മീൻസ് ചിലരിലേക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ പോകുന്നു എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ചേഞ്ച് വരാൻ പോവുകയാണ് നിങ്ങളിലേക്ക് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മേ ബി നിങ്ങൾക്ക് അതൊരു ജോബ് ആയിരിക്കാം. പേജ് ഓഫ് സോർഡ്സിന്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ന്യൂ ഐഡിയാസ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ന്യൂ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് എനിക്കിവിടെ യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്നത്. ചിലർക്ക് മേ ബി അത് മാരേജ് ആകാം, ചിലർക്ക് സ്റ്റഡീസ് ആകാം, വിദേശത്തൊക്കെ പോയി പഠിക്കാനുള്ള അവസരങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരായിരിക്കാം. സോ ദിസ് ഇസ് എ ജനറൽ റീഡിംഗ്. സോ ഗൈസ്, യു പ്ലീസ് റീസണേറ്റ് ഇറ്റ്. തൊട്ടതെല്ലാം പൊന്നാവുന്ന സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലേക്ക് ചിലർ പോകുന്നു എന്ന് ഞാൻ കാണുന്നു. മേ ബി ട്രേഡിംഗ്, സ്റ്റോക്ക് മാർക്കറ്റിംഗ്, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, പുതിയ ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ചിലർ. സോ അവരൊക്കെ ഒരു സൺ എനർജി പോലെ തിളങ്ങാൻ പോകുന്ന ഒരു പവറാണ് നിങ്ങളിലേക്ക് ഈ ഒരു വിഷു ഓർ ഈസ്റ്റർ പീരീഡ് ലഭിക്കുന്നതായിട്ട്. സോ ദ സ്ട്രെങ്ത് കാർഡ് ഈസ് ഹിയർ ആൻഡ് ദ പേജ് ഓഫ് സോർഡ്സ്, ക്വീൻ ഓഫ് പെന്റക്കിൾസ്. സോ ഈ ഒരു എനർജി ഇവിടെ നിന്നും, ഈ ഒരു കാർഡ്സിന്റെ എനർജി ഇവിടെ നിന്നും ലഭിക്കുന്നത് കൊണ്ട് തന്നെ സെൽഫ് റെസ്പെക്ട്, സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കൂടി സ്ട്രെങ്ത് ആയി നിങ്ങൾ ഷൈൻ ചെയ്യാൻ പോവുകയാണ്. ലൈക്ക് എ സൺ, ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. ജോയി, സെലിബ്രേഷൻ, സക്സസ്. ചിലവർക്ക് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണെന്നും ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നു. ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾക്കൊരു ഫ്രീഡം ലഭിക്കാൻ പോവുകയാണ്. ചിലർ പേടിയിലിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നു. ഫിനാൻഷ്യലി, മെന്റലി നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒക്കെ പോയി നിങ്ങളൊരു ഐസൊലേഷനിൽ ഇരിക്കുന്ന, പോവർട്ടി, ഒരു ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ഫീലിങ്സും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജി. അതിന് ഈ ലേഡീസ് ആയിക്കോട്ടെ, ജെന്റ്സ് ആയിക്കോട്ടെ, ചിലർ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, ഫിനാൻഷ്യലി ലോസ്, മൈൻഡ് സെറ്റ് ഒക്കെ പോയിക്കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ വന്നുകൊണ്ട് ഒരു ഒറ്റപ്പെട്ട മുറിയിൽ അകപ്പെട്ട അവസ്ഥയിലൂടെ പോകുന്ന എനർജിയും എനിക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ബട്ട് യു ഗൈസ്, ഡോണ്ട് വറി, ഐ ആം ഡാം ഷുവർ യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് മെസ്സേജ് എന്ന് പറയുന്നത്, പേടിയിലിരിക്കുന്ന എല്ലാം നിങ്ങൾക്ക് മാറ്റിക്കൊണ്ട്, അതൊക്കെ മാറിക്കൊണ്ട് നിങ്ങൾക്ക് സ്ട്രെങ്ത് പവർ വരാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു സണ്ണായിട്ട് നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നാണ് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. So guys, this is a fantastic guidance message from the universe for my group number 3 beautiful souls. എന്തും നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന പവറിൽ നിങ്ങൾ എത്താൻ പോവുകയെന്നാണ് യൂണിവേഴ്സ് എനിക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് തന്നിരിക്കുന്നത്. സോ ദ ലവേഴ്സ് കാർഡ് ഈസ് ഹിയർ. സോ ദ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ്, ഒരു പ്രോപ്പർ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു പാഷൻ, നിങ്ങളുടെ വാല്യൂസിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ലവർ, ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നും എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ നിങ്ങൾ എത്താൻ പോകുന്നത് വളരെ സണ്ണിന്റെ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സ്റ്റാർ ആവാൻ പോവുക എന്നാണ്. ആ ഒരു പവർ നിങ്ങളിലേക്ക് വരാൻ പോവുക എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്ന ഗൈഡൻസ് മെസ്സേജ് എന്ന് പറയുന്നത്. സോ ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങളുടെ അതിയായ ആഗ്രഹം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. സോ ക്ലോസ് യുവർ ഐസ് ആൻഡ് ടേക്ക് എ ഡീപ് ബ്രെത്ത്. നമുക്ക് യൂണിവേഴ്സിനോട്, ഏഞ്ചലിനോട് ചോദിച്ചു നോക്കാം നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന്. Oh my beautiful angel, please give me the right message for the beautiful soul, especially my group number 3 beautiful souls who are watching my video and waiting for the guidance message from you. So let's see, നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട്, ഏഞ്ചൽസിനോട് ചോദിച്ചു നോക്കാം. ഗ്രൂപ്പ് നമ്പർ 3, അമേസിംഗ്. നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ് ഏഞ്ചൽ
മെസ്സേജ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്കൊരു ടീം വർക്ക്, ഒരു കൊളാബറേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഇംപ്ലിമെന്റേഷൻ, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ നല്ല ഭേദഗതികൾ വരുത്തിക്കൊണ്ട് മൂവ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടത്തി എടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഏഞ്ചൽ മെസ്സേജ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ബിക്കോസ് ഗ്രൂപ്പ് നമ്പർ 3 of Pentacles ഗൈഡൻസ് മെസ്സേജസ് ഹിയർ. വാവ്, ഇറ്റ്സ് റിയലി സ്പിരിച്വലി കണക്റ്റഡ് ആണ് ഈ ഒരു 3 എന്ന് പറയുന്ന നമ്പർ. വാവ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, റിയലി ബ്യൂട്ടിഫുൾ. ദെൻ നമുക്ക് ഫോർച്യൂൺ കാർഡ്സും കൂടി ഒന്ന് നോക്കാം. നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എപ്പോൾ നടന്നു കിട്ടുമെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. സോ ലെറ്റ്സ് സീ വിത്ത് യുവർ പെർമിഷൻ. ഓ മൈ ബ്യൂട്ടിഫുൾ ഫോർച്യൂൺ കാർഡ്, പ്ലീസ് ഗിവ് മി ദ റൈറ്റ് മെസ്സേജ് ഫോർ ദ beautiful soul, especially group number 3 beautiful soul who is listening my reading. Oh my beautiful fortune card, please give me the right message for the beautiful soul, especially group number 3 people who are watching my video. So നിങ്ങൾക്ക് 2 കാർഡ്സ് ആണ് നമുക്ക് ഏഞ്ചൽ നിന്ന് കിട്ടുന്ന ഫോർച്യൂൺ കാർഡ് മെസ്സേജ് എന്ന് പറയുന്നത്. വൗ, ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ് ഡിയേഴ്സ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് എത്തിക്കാനായി എന്നിലൂടെ ആഗ്രഹിക്കുന്നത്. സോ ആക്സിഡൻ്റലി ആണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഐ എം റിയലി എക്സൈറ്റഡ് ബിക്കോസ് യൂണിവേഴ്സ് എനിക്ക് ഇത്രയും ക്ലാരിഫിക്കേഷൻസ് തരുമ്പോൾ റീഡിങ്ങിൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. സോ ഇൻ 7 weeks or 3 weeks നിങ്ങളുടെ ആഗ്രഹം നടന്ന് കിട്ടുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിന്ന് മനസ്സിലാക്കി തരുന്നത്. സോ ഗൈസ്, മാനിഫെസ്റ്റ് ഇറ്റ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്പർ 3 ഇതാണ് നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത്. സോ എൻ്റെ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് കമൻറ്റ്സ് എനിക്ക് താഴെ രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക്, ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് ഷെയർ ചെയ്യാനും എൻ്റെ റീഡിംഗ് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ സീ യു വിത്ത് അനദർ റീഡിംഗ്. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ ബൈ.